നമസ്തേ. ശ്രീമൻ നാരായണീയത്തിൽ ദശകം 37 ശ്ലോകം 6. ശ്രുത്വാ കർണരസായനം തവ ച സർവേഷു നിർവാപിതാ സ്വാദേശീശഗദേശു താവകൃപാ പീയൂഷതൃപ്മാത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവ സാന്നിധ്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഃ രാജാ സശൂരാത്മജ. ചെവികൾക്ക് സുഖം പകരുന്ന രസായനമാണ് ജഗന്നാഥനായ ഭഗവാന്റെ തിരുവചനങ്ങൾ. അവ കേട്ടിട്ട് അകം തണുത്തവരും ഭഗവാന്റെ കാരുണ്യത്താൽ സംതൃപ്തരായി. അവരെല്ലാം, അതായത് ദേവന്മാർ, ബ്രഹ്മാവ് തുടങ്ങിയവർ, പിരിഞ്ഞ് സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുണ്ടായ പുണ്യസഞ്ചയത്താൽ ഉത്കൃഷ്ടമായതും പ്രശസ്തവുമായ മധുരാപുരിയിൽ ശൂരസേനൻ്റെ പുത്രനും യാദവകുലത്തിൻ്റെ അധിപനുമായ വസുദേവരും സൗഭാഗ്യവതിയായ ദേവകൻ്റെ പുത്രിയായ ദേവികൻ തമ്മിലുള്ള വിവാഹം സമംഗളം നടന്നു. ഭഗവാൻ ഒരു തീരുമാനമെടുത്തു. അതെങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വാക്ക് കൊടുത്താൽ അത് സത്യസന്ധമായി ഭഗവാൻ അത് പാലിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭഗവാന്റെ ആ സാന്ത്വനം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. ഉടനെ ആ സംഭവത്തിലേക്ക് കടക്കുകയാണ്. അവിടെ മധുരാപുരിയിലെ ശൂരസേനൻ്റെ പുത്രൻ യാദവകുലത്തിൻ്റെ അധിപനായ വസുദേവരും അതുപോലെ സൗഭാഗ്യവതിയായ ദേവകൻ്റെ പുത്രി ദേവികൻ തമ്മിലുള്ള വിവാഹം നടന്നു. അടുത്തത് ശ്ലോകം 7. ഉദ്വാഹവസിതോ തദീയ സഹജ കംസോദ സമ്മാനയ നേതോ സൂതതയാ ഗദപതിരതി വ്യോമോദയാ തുദ്ഗിരാ അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിത സന്ദ്രാസതു ഹന്തുമദ്ദിഗദാം ധന്യം കൃപാണി മതാദ്. ദേവകിയുടെ സഹോദരനും മധുരാപുരിയിലെ രാജാവുമായ കംസൻ നവദമ്പതികളെ ആദരിച്ചുകൊണ്ട് തൻ്റെ രാജരഥത്തിൽ തന്നെ സ്വയം തേരാളിയായി ഭർത്തൃഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ദേവിയിലുണ്ടാവുന്ന 8ാമത്തെ മകൻ തൻ്റെ അന്തകനാകുമെന്ന അശരീരി കേട്ടപ്പോൾ ക്ഷുഭിതനായ കംസൻ സഹോദരിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് വധിക്കുവാൻ വളർന്നു. ഏറ്റവും നല്ലൊരു മംഗളമുഹൂർത്തം, തൻ്റെ പെങ്ങളുടെ വിവാഹം വസുദേവരുമായി നടത്തിയ ആ സന്തോഷത്തിൽ തൻ്റെ രഥത്തിൽ തന്നെ കയറ്റി താൻ തന്നെ തേരാളിയായി ആ നവദമ്പതികളെ ഭർത്തൃഗൃഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറ്റവും സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് ഒരു ദുരന്ത വാർത്തയിലൂടെ അവർ ശ്രവിക്കുന്നത്. ഒരു അശരീരി ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ ദേവകിയിലുണ്ടാകുന്ന 8ാമത്തെ കുട്ടി തൻ്റെ അന്തകനാകും എന്ന് കേട്ടതോടുകൂടി കംസൻ്റെ സന്തോഷം ഒന്നുമില്ലാതായി. ഉടനെ തന്നെ തൻ്റെ പെങ്ങളുടെ തലമുടി, ദേവകിയുടെ തലമുടി ചുരുട്ടിപ്പിടിച്ച് വാളുകൊണ്ട് വെട്ടാനായിട്ട് ഓങ്ങി നിൽക്കുന്ന ഒരു ഘട്ടം. അടുത്തത് ശ്ലോകം 8. ഗൃഹ്ണാനർച്ചിഗുരേഷു താം കലമതി ശൗര്യസ്ഥിരം സാന്ത്വനേ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോദയാദോ ഗൃഹാൻ ആദ്യം ത്വസ്സഹജം തദാർപ്പിതമപി സ്നേഹേന നാഹന്നസോ ദുഷ്ടാനാമപി ദേവപുഷ്ടകരുണാ ദൃഷ്ടാ ഹി ധീരേ കഥാ. കംസൻ തൻ്റെ പത്നിയെ തലമുടി ചുറ്റിപ്പിടിച്ച് വധിക്കുവാനായി ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഭർത്താവായ വസുദേവർ കംസനെ തടഞ്ഞു നിർത്തി സമാധാനിപ്പിക്കുവാൻ അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. നല്ലൊരു മംഗളസമയത്ത് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യരുത്, നിർത്തൂ, വധിക്കരുത് എന്നൊക്കെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു എന്നാണ് പറയുന്നത് വസുദേവർ. പക്ഷേ ഫലമുണ്ടായില്ല. ദേവകിയുടെ തലമുടിയിൽ നിന്നും പിടുത്തം വിടാതിരുന്ന കംസനോട് ഇവളിൽ ഉണ്ടാകുന്ന കുട്ടികളെയെല്ലാം താങ്കൾക്ക് സമർപ്പിക്കുമെന്ന് വസുദേവ വാക്കുകൊടുത്തു. അവസാനം
വസുദേവർ പറഞ്ഞത്, ഇവളുടെ 8ാമത്തെ മകൻ തൻ്റെ അന്തകൻ എന്നല്ലേ പറഞ്ഞത്, ഞാനൊരു കാര്യം ചെയ്യാം എന്ന് ഉറപ്പ് നൽകുന്നു, ഇവളിൽ ജനിക്കുന്ന കുട്ടികളെ എല്ലാം തന്നെ അങ്ങേക്ക് സമർപ്പിക്കാം. അപ്പോൾ നേരത്തെ തന്നെ അന്തകനെ ആരാണ് തിരഞ്ഞെടുത്ത് മനസ്സിലാക്കി അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്ര വരെ ത്യാഗം തൻ്റെ പത്നിയുടെ ജീവന് വേണ്ടി വസുദേവർ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന് ഇവിടെ ഭട്ടതിരിപ്പാട് ഒരു കാര്യം ഭഗവാനോട് സംശയം തീർക്കുന്നുണ്ട്. ഭഗവാനെ ദുഷ്ടന്മാർക്കും ചില സന്ദർഭങ്ങളിലൊക്കെ കാരുണ്യപൂർണമായ ബുദ്ധി ഉണ്ടാകാതായി കേട്ടിട്ടുണ്ടോ അല്ലേ ഗുരുവായൂരപ്പ? ഇത് കേട്ടപ്പോൾ ആ എല്ലാ മക്കളെയും തൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന കേട്ടപ്പോൾ സന്തോഷിച്ചു. ആ ക്രൂരനായ കംസൻ തൻ്റെ പെങ്ങളുടെ തലമുടി പിടിച്ചുള്ള ആ പിടിവിട്ടു. അപ്പോൾ അവിടെ പറയാണ്, ചില സന്ദർഭങ്ങളിലൊക്കെ ദുഷ്ടന്മാർക്ക് നല്ല ബുദ്ധി തോന്നും അല്ലേ ഭഗവാനെ എന്ന് ഭട്ടതിരിപ്പാട് ചോദിക്കും. ശ്ലോകം 9. താവത്വന്മനസൈവ നാരദമുനി പ്രോജേസഭോജേശ്വരം യൂയം നന്ന സുരാശയതവോ ധ്യാനാസി കിം ന പ്രഭോ മായാവീ സഹരേ ഭവദ്വദകൃതേ ഭാവി സുരപ്രാർത്ഥനാ ഇത്യാകർണയദോ നദോദു നസസോ ശൗരേശ്ച സൂനോ നഹൻ. ഒരിക്കൽ ഭഗവാന്റെ മനോഗതമനുസരിച്ച് നാരദ മഹർഷി ഭോജരാജാവായ കംസൻ്റെ രാജധാനിയിൽ ചെന്നു. സംഭാഷണ മധ്യേ നാരദ മഹർഷി കംസനോട്, നിങ്ങളെല്ലാം അസുരാംശത്തിൽ നിന്ന് ജനിച്ചവരും യാദവന്മാരെല്ലാം ദേവാംശത്തിൽ ജനിച്ചവരുമാണല്ലോ. മഹാരാജാവായ അങ്ങയ്ക്ക് അറിയാവുന്നതാണല്ലോ ഈ കാര്യം. താങ്കളെ വധിക്കുവാൻ വേണ്ടി മഹാവിഷ്ണു അവതരിക്കുവാനുള്ള ഭാവത്തിലാണെന്ന്. നാരദൻ്റെ വാക്കുകൾ കേട്ട് കോപാകുലനായ കംസൻ യാദവന്മാരെ പലതരത്തിൽ ഉപദ്രവിക്കുവാൻ തുടങ്ങി. മാത്രമല്ല ദേവികയുടെ 6 കുട്ടികളെയും കംസൻ വധിച്ചു. അപ്പോൾ ഒരു ദിവസം ഭഗവാന്റെ ഉള്ളിരിപ്പ് എന്താണെന്നുള്ളത് നാരദ മഹർഷി മനസ്സിലാക്കിക്കൊണ്ടാണ് വന്നു എന്നാണ് പറയുന്നത്. അവിടെ കംസൻ്റെ രാജധാനിയിലേക്ക് വന്നു. അപ്പോൾ അവിടെ വെച്ച് നാരദ മഹർഷി പറഞ്ഞു, നിങ്ങളൊക്കെ അസുരാംശത്തിൽ ജനിച്ചവരാണ്, എന്നാൽ യാദവന്മാരൊക്കെ ദേവാംശത്തിൽ ജനിച്ചവരാണ്. അപ്പോൾ മഹാവിഷ്ണു താങ്കളെ വധിക്കാനുള്ള ഒരു അവസരം പാർത്തിരിക്കുകയാണ് എന്ന് ഒരു സൂചന കൊടുത്തപ്പോൾ വളരെയധികം ക്രോധമുണ്ടായി. യാദവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അന്ന് മുതൽ അതുമാത്രമല്ല 6 കുട്ടികളെ, തൻ്റെ പത്നി പ്രസവിച്ച 6 ആൺകുട്ടികളെയും പറഞ്ഞതുപോലെ വസുദേവർ കംസൻ്റെ കയ്യിൽ കൊടുത്തു. കംസൻ ആ കുട്ടികളെ അങ്ങനെ തന്നെ പാറപ്പുറത്തടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അടുത്തത് ശ്ലോകം 10. പ്രാപ്തേ സപ്തമഗർഭതാമഹീമതോ മഹീപദോ ത്വത്പ്രേരണാമായയാ നീതേ മാധവരോഹിണീം ത്വമവിഭോ സച്ചിത്സുഖീകാത്മകാ ദേവക്യാ ജഠരം വിവേശിതവിഭോ സംസ്തൂയമാനസുരേ സത്വം കൃഷ്ണവിദൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. നാഗരാജാവായ ആദിശേഷൻ ദേവകിയുടെ 7ാമത്തെ പുത്രനായി ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു. ഭഗവാന്റെ പ്രേരണയാൽ മായാദേവി ഗർഭസ്ഥ ശിശുവിനെ വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണിയിൽ സന്നിവേശിപ്പിച്ചു. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ പിന്നീട് ദേവകിയുടെ ഗർഭപാത്രത്തിൽ 8ാമത്തെ പുത്രനായി പ്രവേശിച്ചു. ദേവന്മാരെല്ലാം സന്തോഷിച്ച് ഭഗവാനെ പുകഴ്ത്തി. ഈ ഘട്ടത്തിൽ ഭട്ടതിരിപ്പാട് രോഗശമനത്തെപ്പറ്റി മാത്രമല്ല ഭഗവാനോട് അഭ്യർത്ഥിച്ചത്, രോഗത്തെ ശമിപ്പിച്ച് ശ്രേഷ്ഠമായ ഭക്തിയെ തനിക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ്. ഇവിടെ ഭട്ടതിരിപ്പാടിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഭക്തിയാണെന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ നാഗരാജാവായ ആദിശേഷൻ ദേവകിയുടെ 7ാമത്തെ പുത്രനായി ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു. പക്ഷേ അവിടെ ഭഗവാൻ നിശ്ചയിച്ചു 6 കുട്ടികളെയും കൊണ്ടു കൊടുത്തു വസുദേവന്. 7ാമത്തെ കുട്ടിയും കൊടുക്കും, അവൻ കൊല്ലും. അതുകൊണ്ട് പക്ഷേ കൊല്ലപ്പെടേണ്ടവനല്ല ആദിശേഷൻ ആ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മായാദേവിയോട് വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണിയിലേക്ക് സന്നിവേശിപ്പിച്ചു ആ ഗർഭസ്ഥ ശിശുവിനെ. അതായത് ആദിശേഷനാണതിൽ ആ ശിശുവായി വന്നത്. പിന്നീട് ബലഭദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശിശുവാണ്.
അങ്ങനെ ഏഴാമത്തെ ആ പ്രസവം നടന്നില്ല എന്നുള്ള ശ്രുതിയായി എല്ലാതിക്കലും നടത്തും. ഗർഭം അലസിപ്പോയി ദേവകിയുടെ. ഇവിടെ ഇങ്ങനൊരു മാറ്റം നടത്തിയത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദേവന്മാരൊക്കെ ആ സുദിനത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ആഹ്ലാദിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഭട്ടതിരിപ്പാട് നമ്മളെപ്പോഴും ആലോചിക്കണം, ഭട്ടതിരിപ്പാടാണ് ഇത് എഴുതുന്നത്, അദ്ദേഹം മറക്കരുത്. അദ്ദേഹം അതുവരെ എൻ്റെ രോഗം മാറ്റണമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ഭഗവാന്റെ ഈ സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ അതിൽ നിന്ന് അതെങ്ങനെ ഉണ്ടാകുന്നു, ഭഗവാന്റെ ഈ സ്നേഹം ഭക്തിയിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന കാര്യം ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ പറ്റി പറയുന്നത്, രോഗത്തെ ശമിപ്പിച്ച് രോഗം മാറ്റണം, ശരി, അത് കഴിഞ്ഞിട്ടോ എനിക്ക് നല്ല ഭക്തി, ശ്രേഷ്ഠമായ ഭക്തി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഈ ശ്ലോകത്തിലൂടെയാണ് ഭട്ടതിരിപ്പാട് തൻ്റെ ആഗ്രഹത്തെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭട്ടതിരിപ്പാടിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഭക്തിയാണ്, ഭക്തിയോഗത്തെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം മഹാബുദ്ധിമാനാണ്, തർക്കശാസ്ത്രജ്ഞനാണ്, വേദാന്ത പണ്ഡിതനാണ്. പക്ഷെ എന്നിട്ട് പോലും ഭക്തി എനിക്ക് കൈവരണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഗുരുവായൂരപ്പൻ. നമ്മളെല്ലാവരും അതുപോലെ ഭക്തി നൽകണമേ എന്ന് ഭട്ടതിരിപ്പാട് അഭ്യർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ഭഗവാനെ ഗുരുവായൂരപ്പ.